ഇപ്പോൾ ആനപ്രേമിയും ആനകളുമായി അടുത്ത ഈ കാര്യങ്ങളെല്ലാം നല്ല ആഴത്തിലുള്ള അറിവുമുള്ള വെങ്കടാചലം, ശ്രീ വെങ്കടാചലം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വെങ്കടാചലം, കേരളത്തിൽ ഞാനിപ്പോൾ ബിരീഷിനോട് നമ്മുടെ പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. കേരളത്തിൽ വലിയ പരിഗണന അരിക്കൊമ്പന് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അരിക്കൊമ്പൻ അതിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലാണ്. നേരത്തെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ആനയെ പിടികൂടി കുങ്കിയാനയാക്കും, ഞങ്ങൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോവുക എന്നത് തന്നെയാണ്. കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇനി അവിടുത്തെ വനം വകുപ്പ് അല്ലെങ്കിൽ അത്തരം അധികൃതർ ആനയുമായി ബന്ധപ്പെട്ട് ചെയ്യുക? ഇവിടെ ലഭിച്ച പരിഗണന അരിക്കൊമ്പൻ അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ടോ? സെക്രട്ടറി എന്ന നിലയ്ക്ക് വെങ്കടാചലം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത്, ഈ ആന ഇപ്പോ കാടിലാണ് നടന്നു പോണത്. അത് കാടിനടുത്തുള്ള നാട്ടുപ്രദേശത്തേക്ക് വരുമ്പോ ആനയ്ക്ക് കാടിനുള്ളിലേക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് പോലീസിനും വനം വകുപ്പിനും ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം. അത് തമിഴ്നാട് വനം വകുപ്പും കേരള വനം വകുപ്പും ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കേരള വനം വകുപ്പിന് കേരള ഹൈക്കോടതി കൊടുത്ത ഓർഡർ തമിഴ്നാട് വനം വകുപ്പിനും പോലീസിനും ഇപ്പോൾ ബാധകമാവും. എന്നുവെച്ചാൽ ആനയെ പിടികൂടരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതിന്റെ കഴുത്തിൽ റേഡിയോ കോളർ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങോട്ടൊക്കെയാണ് നീങ്ങണേന്നുള്ളത് വനം വകുപ്പിന് അതാത് ഏരിയയിലുള്ളവർക്കും അറിയാം. ഇപ്പൊ തമിഴ്നാട് ചീഫ് വാർഡനും പറയുന്നത് ആനയ്ക്ക് കാടിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊരുക്കുന്നതാണ്. അപ്പൊ കാടിനുള്ളിലേക്കുള്ള ആനയുടെ വഴിയൊരുക്കാനായിട്ട് പോലീസും വനം വകുപ്പും നടപടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാവുന്നൊരു മാർഗമുള്ളത്. അത് തമിഴ്നാട് വനം വകുപ്പും കേരള വനം വകുപ്പും യോജിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് ടാസ്ക് ഫോഴ്സ് പ്രതീക്ഷിക്കുന്നത്. ആനയെ പിടികൂടുക എന്നുള്ളൊരു അജണ്ട തമിഴ്നാട് വനം വകുപ്പിന്റെ കൈവശമില്ല, കേരള വനം വകുപ്പിന്റെ കൈവശവും ഇപ്പോൾ ഇല്ല. പിടികൂടുക എന്നുള്ളത് കേരള ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. ശ്രീ വെങ്കടാചലം, ഇതിപ്പോൾ തമിഴ്നാട് സർക്കാരിന് ഈ ഹൈക്കോടതി വിധി ബാധകമാകുമോ എന്നതാണ് വലിയൊരു സംശയം. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം സൂചിപ്പിച്ചത് ഈ ആനയെ പിടികൂടി കുങ്കിയാനയാക്കും എന്നതാണ്. മുഖ്യമന്ത്രിക്ക് പലതും പറയാം. തമിഴ്നാട് ഫോറസ്റ്റ് ആളുകളൊന്നും ഈ ആനയെ പിടികൂടില്ല. എന്നുവെച്ചാൽ ഒരു സ്റ്റേറ്റിലത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ള പ്രകാരം ആ സ്റ്റേറ്റിന്റെ ഉള്ളിൽ വിട്ടിട്ടുള്ള ആന നടന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോയാൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ആ ആന വന്നത് ആ സ്റ്റേറ്റിലത്തെ ഹൈക്കോടതി പറയുന്ന ഉത്തരവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.